ജനങ്ങൾ തീരുമാനിച്ച തൃക്കാക്കര UDF കോട്ട തകരും എന്ന് പറയുകയാണ് NDA സ്ഥാനാർത്ഥി ആരാണ്? അഖിൽ മാരാർ 24നോട്. തൃക്കാക്കര കൂടെ നിൽക്കുമെന്നാണ് അഖിലിന്റെ പ്രതീക്ഷ. കൊട്ടാരക്കരയിൽ മത്സരിക്കാനാണ് ആഗ്രഹിച്ചത്. രശ്മി എത്തിയതോടെ കൊട്ടാരക്കര വിട്ടുകൊടുത്ത് മറ്റെവിടെയെങ്കിലും മത്സരിക്കാനും തയ്യാറാണെന്നും അഖിൽ മാരാർ പറഞ്ഞു. 2020 സ്ഥാനാർത്ഥിയുമായിട്ടാണ് അഖിൽ മാരാർ തൃക്കാക്കരയിലേക്ക് എത്തുന്നത്. ഇപ്പോൾ അദ്ദേഹം 24നൊപ്പം ചേരുകയാണ്. കൊല്ലത്ത്, സ്വന്തം നാടായ കൊല്ലത്ത് മത്സരിക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു ആദ്യഘട്ടത്തിൽ കേട്ടിരുന്നത്. കൊട്ടാരക്കരയിലും പുനലൂരിലൊക്കെ പേര് കേട്ടിരുന്നു. അപ്പോൾ തൃക്കാക്കരയിലേക്ക് എത്തുകയാണ്. ആക്ച്വലി തൃക്കാക്കരയാണ് ഇപ്പൊ എന്റെ നാട്. അതാണ് ഒരു സത്യം. ഇപ്പൊ എനിക്ക് സ്വന്തമായൊരു വീടുണ്ടാവുന്നത് തൃക്കാക്കരയിലാണ്. ഞാൻ തമാശയായിട്ട് പറയുമായിരുന്നു, ഈ അഖിൽ കോട്ടാത്തല രക്ഷപ്പെട്ടില്ലെന്നും അഖിൽ മാരാരാണ് രക്ഷപ്പെട്ടതെന്നും. അപ്പൊ കൊട്ടാരക്കരയിൽ നിന്ന് തൃക്കാക്കരയിലേക്ക് പറിച്ചു നട്ടപ്പോൾ എന്നെ ഭയങ്കരമായിട്ട് ചേർത്ത് പിടിച്ചൊരു നാടാണ് തൃക്കാക്കര. എനിക്ക് എല്ലാ സൗഭാഗ്യങ്ങളും തന്ന നാടാണ് തൃക്കാക്കര. ഇനിയിപ്പോൾ എന്നാൽ കഴിയാവുന്ന സഹായങ്ങളും എന്നാൽ കഴിയാവുന്ന കാര്യങ്ങളും ഒക്കെ ആ നാടിനു വേണ്ടി ചെയ്യാനുള്ള ഒരു നിയോഗം. അഖിൽ മാരാർ തൃക്കാക്കരയ്ക്ക് മുന്നിൽ വെക്കുന്നത് എന്താണ്? തീർച്ചയായിട്ടും വാഗ്ദാനങ്ങൾ മുന്നിൽ വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ തൃക്കാക്കരയിലെ ഒരു ജനത്തിന് അവന്റെ മനസ്സിൽ ഇന്ന വിഷയം ഒരാൾ സംസാരിച്ചിരുന്നെങ്കിൽ, എന്റെ നാടിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഒരാൾ ഉണ്ടായിരുന്നെങ്കിൽ, നിയമസഭയിൽ ഇന്ന കാര്യങ്ങൾ അയാൾ ചൂണ്ടിക്കാണിക്കാൻ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ നാട്ടിൽ മാറ്റം ഉണ്ടാവില്ലായിരുന്നോ? ഞാൻ നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ എന്താ ആരും ശ്രദ്ധിക്കാതെ പോകുന്നത്? അതായത് ഒരു സാധാരണക്കാരൻ അവന്റെ മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളെ നിയമസഭയിലും അധികാരികളുടെ മുന്നിലും എത്തിക്കാനുള്ള ധൈര്യം മാത്രം നിങ്ങൾ എനിക്ക് നൽകിയാൽ മതി. 2020യുടെ മുന്നിൽ ഏതെങ്കിലും ഒരു സീറ്റ് വേണമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥലം വേണമെന്നോ അങ്ങനെ ഒരു സജഷൻ വെച്ചിരുന്നോ? തൃക്കാക്കര ഒരു സർപ്രൈസ് ആയിട്ട് വന്നു ചേർന്നതാണോ? അല്ല, ആക്ച്വലി ഞാൻ കൊട്ടാരക്കരയിൽ മത്സരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു. പക്ഷേ അപ്പോഴാണ് രശ്മി BJPയിലേക്ക് വരുന്നത്. അപ്പൊ രശ്മി BJPയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ, അതായത് ഒഫീഷ്യലി BJPയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുൻപ് തന്നെ ഞാൻ രശ്മിയെ വിളിച്ചു. ചേച്ചിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കൊട്ടാരക്കര ചോദിക്കുന്നതേയില്ല. ഇവിടെ 2020 പോലത്തെ ഒരു പ്രസ്ഥാനത്തെ BJP കൂടെ കൂട്ടുന്നത് ലോകത്താരെങ്കിലും വർഗീയതയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുമോ? അതേസമയം ജമാഅത്ത് ഇസ്ലാമിയെ കൂടെ പിടിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാവും? അവിടെ മതേതരത്വം പറയുന്നവർ വർഗീയത ചെയ്യുകയും വർഗീയത പറയുന്നുവെന്ന് സമൂഹം പറയുന്നവർ വികസന കാഴ്ചപ്പാടുകളുള്ള ഒരു ക്രിസ്ത്യാനി നയിക്കുന്ന, ഇന്നലകളിൽ പൂർണ്ണമായും മതേതരത്വവും ഡെവലപ്മെന്റ്സും മാത്രം പറഞ്ഞിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ആശയത്തെയാണ് കൂടെ ചേർക്കുന്നത്. അപ്പോൾ അഖിൽ മാരാരും കളം നിറയാൻ വേണ്ടി തൃക്കാക്കരയിലേക്ക് എത്തുകയാണ്. സ്വാതി കൃഷ്ണയ്ക്കൊപ്പം വിപിൻ C. വിജയൻ, 24 കൊച്ചി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.